അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1443. അൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. ഷെയ്ഖ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു, അവിടുന്ന് പറഞ്ഞു: ഇന്നൽ ജന്നത മുസ്താഖത്തുൻ ഇലാ അർബഅത്തി നഫർ. നിശ്ചയമായും സ്വർഗം 4 ആളുകളെ കൊള്ള ആഗ്രഹിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് അവർ? ഇലാ മുത്ഇമിൽ ജിആൻ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. സ്വർഗം അവരെ കാത്തിരിക്കുകയാണ്. വിശക്കുന്ന പാവങ്ങൾക്ക്, പട്ടിണി കിടക്കുന്നവർക്ക്, അങ്ങനെ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക. അത്തരം ആളുകളെ സ്വർഗം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വഹാഫിദുൽ ലിസാൻ, മറ്റൊരു വിഭാഗം നാവിനെ സംരക്ഷിക്കുന്നവർ, ഹറാമിൽ നിന്ന് നാവിനെ കാക്കുന്നവർ. ഗൈബത്ത്, നമീമത്ത്, കളവ് ഇതൊന്നും പറയാതെ നാവിനെ പരിശുദ്ധമായ നിലക്ക് നല്ലത് മാത്രം സംസാരിച്ച് നല്ലതിൽ മാത്രം ഇടപെട്ട് നാവിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്. സ്വർഗം അവരെ കാത്തിരിക്കുന്നുണ്ട്. വതാലിയിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാവണം. ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഖുർആനുമായി കണക്ഷനുള്ള, ഖുർആൻ എപ്പോഴും ഓതുന്ന, ഖുർആനുമായി ബന്ധമുള്ള ആളുകൾ, അത്തരക്കാരെയും സ്വർഗം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. റമദാൻ, റമദാൻ മാസത്തിൽ കൃത്യമായ രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവർ. നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കൽ മാത്രമല്ലല്ലോ നോമ്പ്. അതോടുകൂടെ അവന്റെ നാവും അവന്റെ കാതും അവന്റെ കണ്ണും അവന്റെ എല്ലാ അവയവങ്ങളും നോമ്പ് അനുഷ്ഠിക്കണം. അതൊന്നും ഹറാമിലേക്ക് പോകാതെ സംരക്ഷിച്ച് കൃത്യമായ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളെ സ്വർഗം കാത്തിരിക്കുന്നു. ഈ 4 വിഭാഗം ആളുകളെയാണ് സ്വർഗം പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ ഹദീസ് നൽകുന്നത്. അല്ലാഹു തആല ഈ സ്വഭാവങ്ങളൊക്കെ ഉൾക്കൊണ്ടവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.